ഇന്ന് നമുക്കിതുപോലെ സേമിയ കൊണ്ടൊരു നല്ല സ്നാക്സ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 2 സ്പൂൺ അളവിലുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് അല്പം ഉണക്കമുന്തിരി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതായത് അതിൻ്റെ ഒരു കളറുകളൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് അളവിലുള്ള സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈവശം വറുത്ത സേമിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ കൈവശം വറുക്കാത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഗോൾഡൻ കളറാകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് സേമിയ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലൊരു കളറായി വരുന്നുണ്ട്. അതായത് വല്ലാണ്ട് ഇത് ഫ്രൈ ആക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ സേമിയ എടുത്ത കപ്പിന് 2 കപ്പ് അളവിലുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇത് നല്ല കറക്റ്റായിട്ട് നമ്മൾ എടുത്തു കൊടുത്താൽ നല്ല പെർഫെക്ഷനോടുകൂടി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ആ കപ്പിന് തന്നെ 1/2 കപ്പ് അളവിലുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് 1/2 കപ്പ് ആക്കിയിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ വേണേൽ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പം ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സേമിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിലുള്ള ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പൊടിക്കകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അല്പം കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചതച്ച ഒരു 3 ഏലക്കയുടെ കുരുവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് ഈ തേങ്ങാപ്പാലിലും വെള്ളത്തിലും കിടന്ന് നന്നായിട്ട് ഇത് വറ്റി വരണം. ഇനി അതിലേക്ക് 1 സ്പൂൺ അളവിലുള്ള നെയ്യ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ നെയ്യ് ഇപ്പോൾ ചേർക്കുന്ന നെയ്യ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മളുടെ പാനിൽ നിന്ന് ഇത് നന്നായിട്ട് അടർന്നു വരുന്ന വിധത്തിൽ ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അല്പം നെയ്യ് പുരട്ടിയിട്ട് ഇത് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ. അപ്പം ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേറെ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളതുപോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബദാം കഷ്ണങ്ങളാക്കിയത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ സേമിയ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റിനകത്താണെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൈവശം ഇതുള്ളത് കൊണ്ട് ഞാനിത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റാണെന്നറിയാമോ. നമ്മുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും തേങ്ങാപ്പാലിനകത്ത് ശർക്കര ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തിരിച്ചിടണമല്ലോ. അപ്പം ഞാനൊരു പ്ലേറ്റ് ഇതിൻ്റെ പുറത്തേക്ക് കമത്തിയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
കണ്ടല്ലോ ഈ ഒരു രീതിക്ക് എത്രത്തോളം പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കൂ. അത് നല്ല ഷേപ്പിലും നല്ല പെർഫെക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ നമുക്ക് അതൊരു കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ അരക്കപ്പ് ശർക്കര ചേർത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കൈവശം കൂടുതൽ ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നമ്മൾ ഇതിനകത്ത് നെയ്യും ശർക്കരയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ്. കണ്ടല്ലോ, ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.